പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആദ്യം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരന് കൂടി സസ്പെൻഷൻ. സീനിയർ CPO ശരത്ലാലിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഒന്നാം പ്രതി രാഹുൽ P. ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതിനാണ് നടപടി. ശരത്ലാൽ പ്രതിയെ സാമ്പത്തികമായി സഹായിച്ചതിന്റെ തെളിവുകളും ലഭിച്ചു. സമീർ C. മുഹമ്മദ് നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. സമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ പോലീസുകാരൻ ചെയ്ത കുറ്റം? അത് എന്തൊക്കെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്? ഗുഡ് മോർണിംഗ്. ഗുരുതരമായ വീഴ്ചയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ പെൺകുട്ടിയും കുടുംബവും അന്ന് പരാതി നൽകാനെത്തിയ വേളയിലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നു. പ്രതിയോട് വളരെ സൗമ്യമായി പെരുമാറുകയും പക്ഷേ പരാതിക്കാരോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്ന് നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്. അതിന്റെ പിറകെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് തന്നെ നീങ്ങുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള ഈ പ്രതിക്ക് വേണ്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ വ്യക്തി നടത്തി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള രാഹുൽ P. ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച പ്രധാനിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി രാഹുലിനെ സഹായിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുന്ന് പോകുന്ന വേളയിലെല്ലാം വലിയ രീതിയിലുള്ള സഹായമായും അതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകിയതും ഒക്കെ ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ബംഗളൂരു വഴിയാണ് രാഹുൽ പുറത്തേക്ക് കടന്നത്, സിംഗപ്പൂരിലേക്ക് എത്തുന്നത്, പിന്നെ അവിടെ നിന്നാണ് ജർമ്മനിയിലേക്ക് പോകുന്നത്. ഇതിൽ ബാംഗ്ലൂരിലേക്ക് എത്തുന്നത് വരെ വിവിധ തലങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ഫോൺ മുഖാന്തരം തുടർച്ചയായി ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ നിരവധിയായിട്ടുള്ള ഫോൺ കോൾ രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നിരിക്കുന്നത്. പന്തീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിട്ടുള്ള ശരത്ലാലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും റിപ്പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി കോഴിക്കോട് സിറ്റി കമ്മീഷണർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നടപടി നേരിട്ടിരുന്നു. പന്തീരങ്കാവ് SHO ആയിട്ടുള്ള AS സരിനെയാണ് അന്ന് ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇതോടുകൂടെ ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി വന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി. സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. MG പ്രതീഷ് നൽകും തിരുവനന്തപുരത്തും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് മഴ സാഹചര്യമാണ്. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? ഒപ്പം മറ്റിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ടോ? ഒപ്പം ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ എന്താണ്? പ്രജിൻ, സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടാണ് ഈ 3 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ആദ്യം വന്നാൽ, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി നിർത്താതെ പെയ്ത മഴയായിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം ചാല മാർക്കറ്റാണ്. കിഴക്കേക്കോട്ടയ്ക്ക് സമീപമുള്ള ചാല മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ്. ഇന്നലെ പെയ്ത മഴയിൽ ഈ ചാല മാർക്കറ്റിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പല കടകളും ഈ സമീപത്തെ വീടുകളും എല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിയൊരു സാഹചര്യമാണ്. വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. ഇന്നലെ പെയ്ത മഴയിലാണ് ഈ വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം എത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കടയിലുള്ള അവശ്യ സാധനങ്ങൾ ഒപ്പം വീട്ടിലെ മറ്റ് സാധനങ്ങളൊക്കെ തന്നെ മാറ്റുന്ന ദൃശ്യങ്ങളാണ്. നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. കൃത്യമായി വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ലാത്തതാണ് ഈ ഇത്രത്തോളം വെള്ളക്കെട്ടിന് കാരണമെന്നതാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. ചേട്ടാ, ഈ നേരത്തെ ഇവിടെ വെള്ളം കയറാറുണ്ടായിരുന്നു? ഇവിടെ നേരത്തെ വെള്ളം കയറാറുണ്ട്. ഇതിപ്പോ പുതുതായി ഓട പണിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് പൂർണ്ണമായി പണി ചെയ്യുന്നില്ല. ആ കമ്പികളെല്ലാം പുറത്തു നിൽക്കുകയാണ്. ഇത് ഇത് മറിഞ്ഞു വീണാൽ അപ്പോഴേ പൊത്തു കയറും. വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലും വെള്ളം കയറി. ഇത് കണ്ണ് കാണുന്നില്ലേ? അകത്ത് 4 സൈഡും ഇവിടെ ഈ മാർക്കറ്റിലേക്ക് കയറാൻ പറ്റാത്ത തരത്തിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. ചേച്ചി, അവിടെ വെള്ളമൊക്കെ ഉണ്ട്? വെള്ളം നിറയെ വെള്ളം. രാത്രി 1-1:30 മണിക്ക് നല്ല വെള്ളം. அந்த ഉള്ളി കട, തേങ്ങ കടയിലെല്ലാം അത്ര വെള്ളം പോയി നിറയെ നഷ്ടമായി. ഇങ്ങനെ വെള്ളം വരുമെന്ന് അറിഞ്ഞൂടാ. അറിയാത്തവർ എല്ലാവരും പൊടുപുട എളിച്ചപ്പോൾ ഇവിടെ അത്രയും നനച്ചു. രാത്രി എഴുന്നേറ്റപ്പോഴാണോ വെള്ളം? രാത്രി 1:30 മണിക്ക് 1 മണിക്ക് വെള്ളം അളിഞ്ഞത്. അതിനകത്ത് ഓട തോണ്ടി ഇട്ടതാണ് ഇങ്ങനെ വെള്ളം. ഇല്ലെങ്കിൽ ഇതുവരെയ്ക്കും ഇവിടെ വെള്ളം വന്നിട്ടില്ല. ഇത് ഓട വെള്ളം തോണ്ടി ഇട്ടുകൊണ്ട് ഇവിടെ വെള്ളം. സമയബന്ധിതമായി ഈ ജോലികളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. സമയബന്ധിതമായി ഈ ജോലി ചെയ്യുന്നതേ ഇല്ല. ആ അനാസ്ഥയാണ് കാണിക്കുന്നത് എല്ലാം. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ വെട്ടി തുറന്നിട്ടിട്ട് ഇന്ന് വരെ
ഇത് എത്ര മാസമായി എന്നറിയാം. ഇത്രയും ഈ വെറും ഒരു 1/2 കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലമാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. അനാസ്ഥയാണ്. ആളുകളില്ല. 5-6 പേരുമാണ് ഇവിടെ ജോലിക്ക് വരുന്നത് കേട്ടോ. ഇവിടെ കോൺക്രീറ്റിന് ആളില്ല, ഒന്നിനും ആളില്ല. പ്രജിനി, നാട്ടുകാരെ സൂചിപ്പിക്കുന്നത് തന്നെ, കാരണം നേരത്തെയും തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണമെന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഓടയുടെയും സീവേജിന്റെയും ഒക്കെ തന്നെ ഈ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പോകാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം വെള്ളക്കെട്ട് രൂക്ഷമായതും വീടുകളിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം ഇരച്ചെത്താനുള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നതും. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലയിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാകുന്നത്. നാളെയും മറ്റന്നാളുമാണ് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യം പരിഗണിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാരും നടത്തണമെന്ന് ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോകുൽ. MG പ്രതീക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. ചാല മാർക്കറ്റിൽ തത്സമയ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മഴ പെയ്തതോടുകൂടി തന്നെ മാർക്കറ്റിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി മാറുകയായിരുന്നു. അവിടെ ഓട ഉൾപ്പെടെ സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ല പണികൾ എന്നാണ് അവിടെ നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. സംസ്ഥാനത്തിന്റെ മറ്റ് പലയിടങ്ങളിലും മഴ സാഹചര്യമുണ്ട് എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തേനി, തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലും നാളെ റെഡ് അലേർട്ടാണ്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. അമേരിക്കയിലെ ഡാലസിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രപ്പൊലിത്തയുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴി നൽകും കൊച്ചിയിൽ നിന്നും പുതിയ വിവരങ്ങൾ. അശ്വിൻ, എപ്പോഴായിരിക്കും മൃതദേഹം വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോവുക? ആരൊക്കെയായിരിക്കും അനുഗമിക്കുക? പ്രജിൻ, പുലർച്ചെ 3:30 ഭൗതികദേഹം പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ നിന്ന് വിമാനത്താവളത്തിനടുത്ത് തന്നെയുള്ള കേന്ദ്രത്തിലാണ് നിലവിലിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളടക്കം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിനുശേഷം 11 മണിയോടുകൂടിയാകും ഇവിടെ നിന്ന് വിലാപയാത്രയെ തിരുവല്ലയിലേക്ക് പോകുന്ന വഴി നിരവധി സഭാവിശ്വാസികൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തുനിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം അതിനുശേഷം 4 മണിയോടുകൂടിയാണ് നിരണം സെൻറ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ 2ാം ശുശ്രൂഷ നടക്കുക. വൈകുന്നേരം 5:45 തിരുവല്ല പൗരാവലിയുടെ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന പരിപാടി തിരുവല്ലയിൽ നടക്കും. അതിനുശേഷം 7:30 സഭ ആസ്ഥാനത്തെത്തുക. ഇന്ന് പൊതുദർശനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സഭാ നേതൃത്വം അറിയിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി പൊതുദർശനം ഉണ്ടാകും. മറ്റന്നാളാണ് ഈ ഖബറടക്കമുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള കേന്ദ്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്ക് വേണ്ടി സഭാ പുരോഹിതരടക്കം എത്തും. അപ്പം ഈ വിലാപയാത്രയിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സഭാവിശ്വാസികളും പുരോഹിതരുമൊക്കെ പങ്കെടുക്കും എന്നുള്ളതാണ് സഭാ നേതൃത്വം അറിയിക്കുന്നത്. നിലവിൽ ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കും. പ്രജി. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രഭാതം പത്രത്തിന്റെ എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പരോക്ഷ മറുപടിയുമായി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഏതെങ്കിലും സംഘടനയെ പരാജയപ്പെടുത്താനല്ല സമസ്ത ശ്രമിക്കുന്നത്. സുപ്രഭാതം വളർന്നനുസരിച്ച് പലർക്കും അസൂയയുണ്ടാകുമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ചടങ്ങ് ബഹിഷ്കരിച്ച ലീഗിനെ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തു വന്നു. എന്നും വാടക വീട്ടിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞാണ് തങ്ങൾ പ്രസംഗം തുടങ്ങിയത്. സുപ്രഭാതത്തിന്റെ ആവശ്യകത നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഒന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും സ്വന്തം ഒരു വീടിന് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. എപ്പോഴും ഈ വാടക വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ വാടക ഇല്ലാതെ എവിടെയെങ്കിലും പോയി കിടക്കുക, ഇതൊന്നും സ്വാഭാവികമായിട്ട് ആരും ഇഷ്ടപ്പെടുന്നതാണ്. ഏതെങ്കിലും സംഘടനയെ പരാജയപ്പെടുത്താനല്ല സമസ്ത ശ്രമിക്കുന്നത്.
സുപ്രഭാതം വളരുന്നതിനനുസരിച്ച് പലർക്കും അസൂയയുണ്ടാകും. എന്നാൽ അസൂയ വേണ്ടെന്നും ഇത് മത്സരമാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. മറ്റൊന്ന് ഏതെങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും മറ്റൊന്നിനെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ എല്ലാ സൗഹാർദ്ദങ്ങളും അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അതോടുകൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കും. സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിന്ന് വരും. അപ്പോൾ അസൂയപ്പെടാനൊന്നുമില്ല, ഇതൊരു മത്സരമാണ്. അതേസമയം സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിനെ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല. എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക. അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ മുഖ്യാതിഥികളായ ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ സുപ്രഭാതം അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെ ഇവരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തി പോസ്റ്ററും ഇറക്കിയിരുന്നു. എന്നാൽ നേതൃയോഗത്തിന്റെ പേര് പറഞ്ഞ നേതാക്കൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. 24 ദുബായ്. അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. ബീഹാർ, ജമ്മുകശ്മീർ, ഝാർഖണ്ഡ്, ലഡാക്ക്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മുകശ്മീർ, ലഡാക്ക്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിലെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രം. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, ചിരാഗ് പസ്വാൻ, ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും പ്രചാരണം നടത്തും. കോൺഗ്രസ് ഇന്നു മുതൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ച് ഡൽഹിയിൽ പ്രചാരണത്തിനായി റോഡ് ഷോകൾ സംഘടിപ്പിക്കും. പ്രചാരണത്തിനായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലെത്തി. MP-മാരും MLA-മാരും അടക്കം 45 പേരടങ്ങുന്ന സംഘമാണ് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് മലയാളി വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിനായി ഉറപ്പിക്കുന്നത്. ഇവിടെ ചൂലാണ് ചിഹ്നം. ചുവന്ന ഭാരതി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. സപ്പോർട്ട് ചെയ്യണം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയാണ്. ഡൽഹിയിലെ 10 ലക്ഷത്തോളം വരുന്ന മലയാളി വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് പ്രചരണം. മലയാളികൾ ഏറെയുള്ള മയൂർ വിഹാർ, ദുൽഷാദ് ഗാർഡൻ, RK പുരം എന്നിവിടങ്ങളിൽ വീട് വിടാന്തരം കയറി കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വോട്ടുറപ്പിക്കുകയാണ് ദൌത്യം. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് രമ്യ ഹരിദാസ് MP, ചാണ്ടി ഉമ്മൻ, സജീവ് ജോസഫ് MLA, പാർട്ടി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കളടക്കം 45 പേരടങ്ങുന്ന സംഘം ഡൽഹിയിലെത്തിയത്. കേരളവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഒന്നിച്ചൊരു വലിയ പോരാട്ടം ഈ രാജ്യത്തിന്റെ ഒരു വീണ്ടെടുപ്പിനായിട്ട്, നമ്മുടെയൊക്കെ ഒരു നിലനിൽപ്പിന് കൂടി വേണ്ടി, ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു വലിയ പോരാട്ടത്തിലാണ്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൽ രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്കതിനകത്ത് നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച പ്രചരണത്തിനായി സംഘം കർമ്മ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. KPCC അധ്യക്ഷൻ K സുധാകരനും കൂടുതൽ ജനപ്രതിനിധികളും വരും ദിവസങ്ങളിൽ ഡൽഹിയിലെത്തും. 24 ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ, ജനപ്രതിനിധികളടക്കമുള്ള നേതാക്കൾ ഇന്ന് BJP ദേശീയ ആസ്ഥാനത്തെത്തി പ്രതിഷേധിക്കും. പാർട്ടിയുടെ പ്രധാന നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ കെജ്രിവാൾ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മർദ്ദിച്ച സംഭവത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയും കേസെടുക്കണമെന്നാണ് BJPയുടെ ആവശ്യം. ആം ആദ്മി പാർട്ടി MP സ്വാതി മാലിവാളിന്റെ പരാതിയിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെ കോടതി 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് തീസ് ഹസാരി കോടതിയിൽ ആവശ്യപ്പെട്ടത്. കേസിൽ ഗുരുതര ആരോപണങ്ങളും ഡൽഹി പോലീസ് ഉന്നയിച്ചു. DVR ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്നും
പ്രതിയുടെ ഫോൺ ഇന്നലെ ഫോർമാറ്റ് ചെയ്തുവെന്നും ഡൽഹി പോലീസ് വാദിച്ചു. സംഭവം നടന്ന ഡ്രോയിംഗ് റൂമിൽ CCTV ഇല്ലെന്ന് ബിഭവ് കുമാറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. CCTV ഡേറ്റ മെയിൻ ഗേറ്റ് മുതൽ റെസിഡൻഷ്യൽ ഏരിയ വരെയാണ്. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും അഭിഭാഷകൻ വാദിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കുട്ടിയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകൾ ആശുപത്രി അധികൃതരോടും കുടുംബത്തോടും പോലീസ് തേടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവമായതിനാൽ പോലീസ് അന്വേഷണത്തിന് സഹായം നൽകാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. തുടർന്നാകും ഡോക്ടറെ ചോദ്യം ചെയ്യുക. അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന മെഡിക്കൽ കോളേജ് ACP അന്വേഷണം ഏറ്റെടുക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. വിദഗ്ധരടങ്ങുന്ന 6 അംഗ മെഡിക്കൽ ബോർഡാണ് കുട്ടിയെ പരിചരിക്കുന്നത്. മരുന്നുകളുടെ മിശ്രിതമാണ് ഇപ്പോൾ നൽകുന്നത്. ഫലപ്രദമെന്ന് കരുതുന്ന മരുന്ന് വിദേശത്തുനിന്നും എത്തിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഉടൻ പിടിയിലാകുമെന്ന സൂചന. പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു എന്നാണ് വിവരം. ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ്. പീഡനശ്രമം ഉണ്ടായ പ്രദേശത്തെയും മറ്റ് സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇയാളെ കസ്റ്റഡിയിലെടുക്കും മുൻപ് ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. നോർത്ത് DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിലെടുത്ത എല്ലാവരെയും പോലീസ് വിട്ടയച്ചു. നേരത്തെ പ്രതിയെന്ന് സംശയിച്ചയാളുടെ രക്തസാമ്പിളുകൾ DNA ടെസ്റ്റിന് അയച്ചെങ്കിലും ഫലം വന്നിട്ടില്ല. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. കർണാടകയിൽ ഒളിവിൽ കഴിയുന്ന K രതീഷും ജബ്ബാറും സംസ്ഥാനം വിട്ട് പുറത്തുപോയിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇവരെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സഹായിച്ച കണ്ണൂർ വയനാട് സ്വദേശികൾ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. രതീഷിന് വേണ്ടി ഇവർ ബെനാമി പേരുകളിൽ ഇടപാട് നടത്തിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. പ്രതികൾ ഉടൻ പിടിയിലാകും എന്നാണ് സൂചന. തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനായുള്ള അന്വേഷണം ഊർജിതം. ഇടുക്കി തമിഴ്നാട് അതിർത്തിയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ബാലമുരുകന്റെ ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ വിയ്യൂർ പവർ ഹൌസിന് സമീപം എത്തിയതായി പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. എന്നാൽ വിയ്യൂരിൽ നിന്ന് മോഷണം പോയ ബൈക്ക് ബാലമുരുകൻ തന്നെയാണോ കൊണ്ടുപോയത് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. അതിനിടെ ബാലമുരുകന് വേണ്ടി തമിഴ്നാട് പോലീസിന്റെ സ്ക്വാഡ് പരിശോധന ശക്തമാക്കി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് ആലങ്കുളം സ്വദേശി ബാലമുരുകൻ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പണം നൽകാനുള്ള മാർഗനിർദ്ദേശം തേടിയാണ് അംഗങ്ങൾ എത്തിയത്. മരിച്ച സൗദി പൗരന്റെ കുടുംബത്തിന് നൽകാനുള്ള ദിയാധനമായ 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം തേടിയാണ് സഹായ സമിതിയും എംബസി ഉദ്യോഗസ്ഥരും റിയാദ് ഗവർണറേറ്റിൽ എത്തിയത്. പണം സർട്ടിഫൈഡ് ചെക്കായി നേരിട്ട് കുടുംബത്തിന് നൽകണോ അതോ കോടതിയുടെ അക്കൗണ്ടിലേക്ക് നൽകണോ എന്ന നിർദ്ദേശം ഗവർണറേറ്റ് നൽകും. ഈ നിർദ്ദേശം വന്നാൽ ഉടൻ തന്നെ നാട്ടിൽ സമാഹരിച്ച 15 മില്യൺ റിയാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറും. തുടർന്ന് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ സൗദിയിലെ ഇന്ത്യൻ എംബസി തുക സർട്ടിഫൈഡ് ചെക്കായി ഗവർണറേറ്റ് നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്കും നൽകും. ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പ്രധാന ഘട്ടം പൂർത്തിയാകും. പിന്നീട് ഇരുവിഭാഗത്തിന്റെയും അഭിഭാഷകർ കോടതിയിൽ ഹാജരായി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. തുടർന്നായിരിക്കും റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നതും മോചനത്തിനുള്ള ഉത്തരവിടുന്നതും. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കടമകലം, 24. IPL ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് അവസാനം. 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത പോരാട്ടം രാത്രി 7:30 ക്വാളിഫയർ 1 യോഗ്യത നേടാൻ ഹൈദരാബാദിനും രാജസ്ഥാനും ജയം അനിവാര്യമാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊച്ചി രാമേശ്വരം കനാലിന് സമീപത്തുള്ള കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. സ്വകാര്യ വ്യക്തി തോട് നികത്തി പുറമ്പോക്ക് സ്ഥലം കയ്യേറിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോടതി ഉത്തരവ് ലംഘിച്ചതായും ആക്ഷേപമുണ്ട്. ഇതൊക്കെ വഞ്ചി പോയിരുന്ന തോടാണ്. ഇതെല്ലാം ഈ അത്തിപ്പഴക്കാരുടെ നെല്ല് കൊയ്തു തന്നെ വഞ്ചി ഇതിലൂടെ പോയിട്ടുള്ള തോടായിരുന്നു. അതെല്ലാം ഇപ്പൊ നിങ്ങുന്ന റോഡായി. ഞങ്ങൾക്ക് ഇപ്പൊ ഈ വെള്ളക്കെട്ടിൽ ഞങ്ങൾക്ക് പരിഹാരമൊന്നുമില്ല.
മഴ പെയ്താൽ വെള്ളക്കെട്ടും പകർച്ചവ്യാധിയും മൂലം ദുരിതജീവിതം അനുഭവിക്കുകയാണിവർ. രാമേശ്വരം കനാലിലേക്ക് ഒഴുകിയിരുന്ന തോട് കയ്യേറി നികത്തിയതോടെയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഈ തോട് കയ്യേറി ഒരു വ്യക്തി എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായേക്കണം. ഈ തോട് പുനഃസ്ഥാപിക്കണമെന്നും നിലനിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് കോടതി ജഡ്ജ്മെന്റ് ഉള്ളതാണ്. മുനിസിപ്പൽ കോടതിയുടെ ജഡ്ജ്മെന്റ് ഉള്ളതാണ് തോട് നികത്താൻ പാടുന്നത്. പക്ഷേ പാർട്ടിയുടെ ഒത്താശയോടുകൂടിയാണ് ഇവരെല്ലാം ചെയ്തേക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലറും NCP നേതാവുമായ VJ ഹൈസിന്ദിനെതിരെയാണ് നാട്ടുകാരുടെ പരാതി. കോർപ്പറേഷൻ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഈ റോഡിൽ വെള്ളപ്പൊക്കം വന്ന പോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. പിന്നെ ഈ കാണ കോരിയിട്ട് ഒരുപാട് വർഷങ്ങളായി. CPIM ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും നിലവിൽ മൗനത്തിലാണ്. തുടർ നടപടിയുണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. 24 കൊച്ചി. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി സംഘടിപ്പിച്ച 5 മാരത്തൺ വൻ വിജയം. മാരത്തോണിലൂടെ സമാഹരിച്ച 3 ലക്ഷം രൂപ കേരളത്തിലെ ഭവന രഹിതർക്കായുള്ള പദ്ധതിക്കായി മാറ്റിവെക്കുമെന്ന് പ്രസിഡന്റ് ബൈജു വർഗീസ് അറിയിച്ചു. ന്യൂജേഴ്സി അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിൽ ഒന്നായ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ 5K ഫാമിലി വാക്ക് ആൻഡ് റൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ന്യൂജേഴ്സിയിലെ ജോൺസൺ ആൻഡ് ജോൺസൺ പാർക്കിൽ നടന്ന മാരത്തൺ പ്രസിഡന്റ് ബൈജു വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതാദ്യമായി ഓട്ടോമാറ്റിക് ടൈം കാൽക്കുലേഷൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാഞ്ചിന്റെ ടെക്നോളജി ആൻഡ് 5K ടീം ഓരോ മത്സരാർത്ഥിയും ഫിനിഷിംഗ് ലൈൻ കടക്കുമ്പോൾ ക്ലോക്കിൽ അവരെടുത്ത സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. കുടിവെള്ളം ഉൾപ്പെടെ അവശ്യ സാധനങ്ങളുമായി ഓരോ കിലോമീറ്ററിലും കാഞ്ചിന്റെ നെക്സ്റ്റ് ജെൻ വളണ്ടിയേഴ്സ് മാരത്തണിൽ പങ്കെടുക്കുന്നവർക്ക് പിന്തുണയുമായും നിലയുറപ്പിച്ചിരുന്നു. 300ഓളം കായികപ്രേമികളും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന 5K റൺ മാരത്തണിലൂടെ 3 ലക്ഷത്തോളം രൂപ കേരളത്തിലെ ഭവനരഹിതർക്കു വേണ്ടിയുള്ള കൈത്താങ്ങായി കാഞ്ച് പ്രൊജക്ടിന്റെ ആദ്യ ഗഡുവായി സമാഹരിച്ചു. മധു കൊട്ടാരക്കര, USA 24. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്.